എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഡിജിറ്റൽ യുഗത്തിൽ ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാനാവാത്ത ഒരു ബാങ്കിംഗ് ഉൽപ്പന്നമായ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ക്രെഡിറ്റ് കാർഡുകൾ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ്. ഉപയോക്താക്കൾ ഈ സാമ്പത്തിക ഉപകരണത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. ഒരു സുഹൃത്താകാനും ശത്രുവാകാനും ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധിക്കും. ഈ സാമ്പത്തിക ഉപകരണത്തെ വരുതിയിൽ നിർത്താനുള്ള മാർഗം അവയെ അടുത്തറിയുക എന്നതാണ്. ഓരോ ക്രെഡിറ്റ് കാർഡുകളുടെയും നിയമങ്ങളിലും വ്യവസ്ഥകളിലും മാറ്റമുണ്ടാകാം. എന്നാൽ ചില പൊതുതത്വങ്ങളും നിയമങ്ങളുമുണ്ട്. ഇവ സ്ഥായിയായി നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് കരുതി എല്ലാ ഇടപാടുകളും ഇതിൽ നിന്നാക്കുന്നതും ബുദ്ധിയല്ല. ഇതും നിങ്ങൾ വായ്പകളെ അമിതമായി ആശ്രയിക്കുന്നെന്ന തോന്നലാണ് ബാങ്കുകൾക്കും സിബിലിനും നൽകുന്നത്. ക്രെഡിറ്റ് കാർഡുകൾ അമിതമായി ഉപയോഗിക്കുന്നത് നിങ്ങളെ ബാങ്കുകളിൽ ക്രെഡിറ്റ് ഹംഗ്രി വിഭാഗത്തിലേക്ക് തള്ളിവിടും. അതിനാൽ ആവശ്യമുള്ളപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ പണവും ഡെബിറ്റ് കാർഡും എല്ലാം പരിഗണിക്കുക. ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ അല്ലെന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണമാണ് ഡെബിറ്റ് കാർഡുകൾ വഴി ഉപയോഗിക്കുന്നത്. ഇതിന് ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾ വഴി എടുക്കുന്ന ഓരോ രൂപയും തിരിച്ചടക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് നൽകുന്ന ഓരോ രൂപയും വായ്പയായാണ് കണക്കാക്കുന്നത്. സിബിൽ സ്കോർ ബാധിക്കപ്പെടാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡിനായി അപേക്ഷിക്കുമ്പോൾ നിരവധി നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കണം. ഇതിൽ നിങ്ങൾക്ക് അനുവദിക്കുന്ന ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ പലരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് പുതുതായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ നിബന്ധനകളെല്ലാവരും കൃത്യമായി നോക്കിയിട്ട് മാത്രമേ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അത് ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് എന്തും വാങ്ങാനും പിന്നീട് തുക അടക്കാനും കഴിയും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള എന്ത് സാധനം വാങ്ങാനും അതിൻ്റെ തുക പിന്നെ അടച്ചാലും മതി. വാങ്ങലിനായി ഉപയോഗിക്കുന്ന പണം ബാങ്കിൽ നിന്ന് പോകുന്നില്ല. അതായത് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും പോകുന്നില്ല. ആ പൈസ ബാങ്ക് നിങ്ങൾക്ക് വായ്പയായി തരുമെന്ന്. അതിനാൽ നിങ്ങളുടെ സമ്പാദ്യത്തെ യാതൊരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നന്നായി ഉപയോഗിക്കുകയും തിരിച്ചടവുകൾ അച്ചടക്കം പാലിക്കുകയും ചെയ്താലല്ലേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യത സ്ഥാപിക്കുന്നതിനുമുള്ള ഏറ്റവും എളുപ്പവും കാര്യക്ഷമമായ മാർഗ്ഗമാണ് ക്രെഡിറ്റ് കാർഡുകൾ. എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് കൃത്യമായിട്ട് സമയത്തിന് തന്നെ അടച്ചാൽ നിങ്ങളുടെ സിബിൽ സ്കോറിന് അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ബാങ്കുകളൊക്കെ പെട്ടെന്ന് ലോണൊക്കെ അനുവദിച്ച് തരികയും ചെയ്യും. നിങ്ങളുടെ സമ്പാദ്യം തൊടാതെ ഇപ്പോൾ ഒരു വില കൂടിയ ഫോൺ അല്ലെങ്കിൽ ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ അതുപോലുള്ള വലിയ വലിയ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുക. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ EMI തിരിച്ചടക്കാം. EMI തിരിച്ചടച്ചാൽ എന്താണെന്ന് വെച്ചാൽ വ്യക്തിഗത വായ്പകൾക്ക് നിങ്ങൾക്ക് 20-25% പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ EMI വഴി പണം അടക്കുന്നത് ഒരു വ്യക്തിഗത വായ്പ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ പലിശ മാത്രമേ EMI വഴിക്ക് കൊടുക്കണ്ടൂ. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഈ ക്രെഡിറ്റ് കാർഡ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുള്ള കാര്യമാണ്. പ്രധാന ക്രെഡിറ്റ് കാർഡിൻ്റെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മിക്ക കാർഡുകൾ റിവാർഡ് പോയിന്റുകൾ, ക്യാഷ് ബാക്കുകൾ, എയർ മൈലുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രോത്സാഹനങ്ങൾ, ഓഫറുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കിഴിവ് വാഗ്ദാനം ചെയ്യുന്ന നിരവധി റീറ്റെയിൽ കമ്പനികളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗണ്യമായ തുക ലാഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ പൈസയിൽ നിന്ന് ഒരുപാട് തുക ലാഭിക്കാൻ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സാധിക്കും. ഒരു അറിയപ്പെടാത്ത ഗുണങ്ങളിലൊന്നുണ്ട്. നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുകയും അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാ മാസവും ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വഴി നിങ്ങൾക്ക് അയക്കുകയും ചെയ്യുമെന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യാനും അതനുസരിച്ച് നിങ്ങൾക്ക് ബജറ്റ് തയ്യാറാക്കാനും കഴിയും. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു മാസത്തെ ബജറ്റ് അതനുസരിച്ച് തയ്യാറാക്കാനും സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ത്യയിലെ മിക്ക ബാങ്കുകളും അവരെ ക്രെഡിറ്റ് കാർഡ് പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാർഡ് നഷ്ടപ്പെട്ടാലോ മോഷണം പോയാലോ നഷ്ടം നികത്താൻ നിങ്ങളെ ഇത് സഹായിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു മികച്ച കാര്യം എന്ന് വെച്ചാൽ അത് ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുന്നു എന്നതാണ്. കാരണം ഇത് ലോകമെമ്പാടുമുള്ള ഏറ്റവും സാധാരണമായ പേയ്മെൻറ്റ് രീതിയാണ്. എയർലൈനുകളിൽ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിൽ അന്താരാഷ്ട്ര ബുക്കിങ്ങുകൾ, പേയ്മെൻറ്റുകൾ എല്ലാം എളുപ്പത്തിൽ നടത്താൻ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വഴി സാധിക്കും. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ തങ്ങളുടെ കാർഡുകൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നുവെന്ന് വാചാലരാകാറുണ്ട്. എന്നാൽ വിദേശ ഇടപാടുകൾക്ക് അധിക ചെലവുകൾ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു പ്രധാന സത്യം. വിദേശ കറൻസി മാർക്കപ്പ് ഫീസ് എന്നറിയപ്പെടുന്നത്. ഇത് കാർഡിനെ ആശ്രയിച്ച് ഫീസ് വ്യത്യാസപ്പെടും. പലപ്പോഴും ഇടപാട് മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഈ മാർക്കപ്പ് ഫീസായിട്ട് വരാറ്. അതായത് 3% അല്ലെങ്കിൽ 3.5%. എന്തായാലും നിങ്ങൾ വിദേശത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ
എന്നിരുന്നാലും വിദേശത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഉയർന്ന വിദേശ ഇടപാട് ഫീസും ഉയർന്ന വിദേശ വിനിമയ നിരക്കുകളും ഈടാക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ 0% മാർക്കപ്പ് ഫീസുള്ള ഒരുപാട് കാർഡുകളുണ്ട്. അങ്ങനത്തെ കാർഡുകൾ കൈവശം വെക്കാൻ ശ്രമിക്കുക. ഈ 0 മാർക്കപ്പ് ഫീസുള്ള കാർഡുകൾ നിങ്ങൾക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ, അതുപോലുള്ള ക്രെഡിറ്റ് കാർഡുകൾ യാത്രകളെല്ലാം താല്പര്യമുള്ള യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ആ കാർഡ് വാങ്ങുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. ആദ്യമായിട്ട് തന്നെ ഒന്ന് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ആവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പൈസ അടച്ചിട്ടില്ലെങ്കിൽ അതിന് ഫീസ് കൊടുക്കേണ്ടി വരും. പിന്നെ ആനുവൽ ഫീസ് ഉണ്ട്. ആനുവൽ ഫീസ് കൊല്ലത്തിലൊരു ചാർജ് ബാങ്ക്, അത് ചില ലൈഫ് ടൈം കാർഡുകൾക്ക് ഒരു ഫീസും ഇല്ല, അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ആ സമയത്തിനനുസരിച്ചിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ ജോയിനിങ് ഫീസ് ഉണ്ട്, റിന്യൂവൽ ഫീസ്, അങ്ങനെ നിരവധി ഫീസുകളും നികുതികളൊക്കെ ഉണ്ട്. സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കാർഡിനെ പറ്റി നല്ലോണം പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് വേണം നമ്മൾ ഒരു കാർഡ് പുതുതായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നിരക്കുകൾ താരതമ്യം ചെയ്ത് നോക്കി നമുക്ക് പറ്റുന്ന കാർഡാണെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മളത് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ആ കാർഡിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകൾ നിശ്ചിത തീയതിക്കുള്ളിൽ അടക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ കടം പലിശ സഹിതം അടുത്ത മാസത്തേക്ക് കൊണ്ടുപോകും. പലിശ ഒരു കാലയളവിൽ കുമിഞ്ഞുകൂടും, അത് പലിശ വളരെ ഉയർന്നതായിരിക്കുകയും ചെയ്യും. അത് പ്രത്യേകം ആലോചിക്കുക. ഓൺലൈൻ ഇടപാടുകൾക്ക് ധാരാളം സുരക്ഷാ നടപടികൾ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിന് ഇരയാകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഒരു കാർഡ് ക്ലോൺ ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളിലേക്ക് ആക്സസ് നേടുന്ന നിരവധി തട്ടിപ്പുകാർ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന ദോഷങ്ങൾ എന്ന് പറയാനുള്ളത്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്നത് നിങ്ങൾ വായ്പയ്ക്ക് അർഹതയുള്ള കടക്കാരനാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുന്ന ഒരു 3 അക്ക സംഖ്യയാണ്. കടം വാങ്ങുന്ന ആളുടെ യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള നിർണായക മാനദണ്ഡങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് തിരിച്ചടക്കുമ്പോൾ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ നല്ല സ്വാധീനം ചെലുത്തും. ഭാവിയിൽ വായ്പകൾ ഉറപ്പാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഈ വാർഷിക ഫീസ് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞേ, ഇതൊരു പരോക്ഷ നിരക്കൊന്നുമല്ല. ക്രെഡിറ്റ് കാർഡ് എന്ന സാമ്പത്തിക ഉപകരണത്തിന് നിങ്ങൾ നൽകേണ്ട ഒരു വാർഷികമായിട്ടുള്ള ഫീസാണ്. എന്നാൽ കാർഡിൻ്റെ തരമനുസരിച്ച് ഈ നിരക്കുകളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അതേസമയം ബാങ്കുകൾ ചില ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ സൗജന്യമായിട്ട് നൽകാറുണ്ട്. അപ്പോൾ അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ള കാർഡിന് മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഒരേ നിബന്ധനകളാകണമെന്ന് ഇല്ല. അപ്പോൾ നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് അനുയോജ്യമായ കാർഡ് തിരഞ്ഞെടുക്കുന്നത് വാർഷിക ഫീസിൽ നേട്ടമുണ്ടാക്കാൻ സഹായിക്കും. ചില കാർഡുകൾ ഉപയോഗിച്ച് വർഷത്തിൽ നിശ്ചിത തുകയുടെ ഉപയോഗം നടത്തിയാൽ വാർഷിക ഫീസ് സൗജന്യമാവും. ഓഫറുകൾ നോക്കി കാർഡ് വാങ്ങിയാൽ ആകർഷകമായ പല കാർഡുകളും ആജീവനാന്തമായിട്ട് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. ഈ പലിശ നിരക്കിലെ നിശ്ചിത കാലയളവിലേക്ക് പലിശയില്ലാതെ ബാങ്ക് നൽകുന്ന വായ്പയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നിശ്ചിത കാലയളവിലേക്ക് പലിശയില്ലാതെ ബാങ്ക് നൽകുന്ന വായ്പ, അതാണ് ക്രെഡിറ്റ് കാർഡ്. ഓരോ ബില്ലിംഗ് സൈക്കിളിലും ബാങ്ക് നിങ്ങൾക്ക് 2 ഓപ്ഷൻ നൽകും. ബില്ലിംഗ് സൈക്കിളിൽ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് ബാങ്ക് റീപേയ്മെൻറ്റ് ചെയ്യാൻ നൽകുന്നത്. 1 പൂർണ്ണമായിട്ട് തിരിച്ചടക്കുക, 2 മിനിമം തുക അടച്ച് ബാക്കി അടുത്ത സൈക്കിളിലേക്ക് തുടരാനുള്ള അനുവാദം വാങ്ങുക. ക്രെഡിറ്റ് കാർഡിലെ മുഴുവൻ തുക അടക്കാത്ത പക്ഷം പലിശ ബാധകമാകും. പലിശ തടയുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഓരോ മാസവും നിങ്ങളുടെ ബില്ല് പൂർണ്ണമായി അടക്കുക. നിങ്ങളുടെ ചെലവ് കുറക്കുക, അല്ലെങ്കിൽ 21 മാസം വരെ പലിശ ഈടാക്കാത്ത 0% APR ഉള്ള ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക. അതേ ഇതിന് രക്ഷയുള്ളൂ. നമ്മളെ ക്രെഡിറ്റ് കാർഡ് പല തരത്തിലുണ്ട്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അതെന്ന് വെച്ചാൽ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ കാർഡുകളാണ് പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ്. പിന്നെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്, അത് ബിസിനസ്സുമായി സംബന്ധമായ ആവശ്യങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ് പരിധിയോട് കൂടിയിട്ട് അതിൽ 5-10 ലക്ഷം അത് ഓരോരുത്തരുടെ ബിസിനസ്സും അവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് കിട്ടുന്ന കാർഡാണ് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്, അപ്പോൾ ചില കമ്പനികൾ ബാങ്കുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്ന കാർഡുകളുണ്ട്. അതായത് ഈ ആമസോൺ, അതുപോലെ ഫ്ലിപ്കാർട്ട്, അതുപോലെ ടാറ്റ, അങ്ങനത്തെ ഗ്രൂപ്പുകൾ ബാങ്കുകളുമായിട്ട് ചേർന്നിട്ട് ചില ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുന്നത്, അതിനാണ് ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒന്നാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്. അത് കൂടുതലായിട്ട് NRIകൾ, വിദ്യാർത്ഥികൾ, സ്ഥിര വരുമാനമില്ലാത്തവർ, സിബിൽ കുറഞ്ഞവർ, വീട്ടമ്മമാർ, അവരെന്ന് വെച്ചാൽ FDൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു കാർഡാണ് ഈ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ആനുകൂല്യങ്ങളും ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും കാർഡുകളെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് റിവാർഡ് ക്രെഡിറ്റ് കാർഡ്. ഉപയോഗത്തിനനുസരിച്ച് പോയിൻ്റ്, ക്യാഷ് ബാക്ക്, വൗച്ചർ എന്നിവ നൽകും. ഈ കാർഡുകൾ റിവാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നു, ഒരുപാട് റിവാർഡുകൾ വാഗ്ദാനം ചെയ്യുന്ന കാർഡുകളാണ്. അത്
അവരുടെ ചെലവിൽ പരമാവധി ആനുകൂല്യങ്ങൾ നേടാൻ ആഗ്രഹിച്ചവർക്ക് മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന ഒരു കാർഡാണ് റിവാർഡ് പോയിന്റുകൾ. പോയിന്റ് വൗച്ചറുകൾ ക്യാഷ് ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ യാത്രാ ബുക്കിങ്ങുകൾക്കോ ഫോൺ റീചാർജ് എന്നിവയ്ക്കെല്ലാം നമുക്ക് റെഡീം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു വിഭാഗത്തിലാണ് ട്രാവൽ ക്രെഡിറ്റ് കാർഡ്. അതായത് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന്, ഹോട്ടൽ ബുക്കിംഗ്, വിമാനത്താവളത്തിലെ ലോഞ്ച് ആക്സസ് തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഈ ട്രാവൽ ക്രെഡിറ്റ് കാർഡിന് ലഭിക്കും. പിന്നെ ഒന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു കാർഡാണ് ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ്. ഇന്ധനങ്ങൾക്കായിട്ട് പ്രത്യേക ഓഫറുകൾ, നല്ല റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്ന കാർഡുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ധന ചെലവിൽ നമുക്കൊരു 8.5% വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന നല്ല റിവാർഡ് പോയിന്റുള്ള കാർഡുകൾ ഇന്ന് വിപണിയിൽ ലഭിക്കാനുണ്ട്. പിന്നെയുള്ള വിഭാഗമാണ് ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ്. ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും സ്ഥിരമായൊരു സാധനം വാങ്ങുന്നവരുണ്ട്. ഇതുപോലെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മിന്ത്ര അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്നവർക്ക് ഇതുപോലുള്ള ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഒരു 5%, 10% വരെയുള്ള ക്യാഷ് ബാക്ക് നേടാൻ പറ്റും. പിന്നെ ലോകത്തിലെ ചില പ്രധാന വിമാനത്താവളങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിർബന്ധമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നിരവധി വിമാനത്താവളങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പുകളിലും ക്രെഡിറ്റ് കാർഡ് മാത്രം സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വിമാനത്താവള ലോഞ്ചുകളിലേക്കുള്ള പ്രവേശനം, ഹോട്ടൽ ബുക്കിംഗ്, റെൻ്റൽ കാർ സർവീസുകൾ എന്നിവയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്യാൻ വരെ ആവില്ല നമുക്കിപ്പോൾ. അതെല്ലാ എയർപോർട്ടിലും വന്നിട്ടില്ല, ഒരുപാട് എയർപോർട്ടുകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് ബന്ധപ്പെട്ടിട്ട്. ഒരു 3 വർഷം മുമ്പ് ഞാനൊരു വിമാനയാത്രയിൽ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ 6 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായി. ആ സമയം എൻ്റെ കൈവശം ക്രെഡിറ്റ് കാർഡൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു അമേരിക്കൻ ഡോളറും ഡെബിറ്റ് കാർഡും. പക്ഷെ ആ വിമാനത്താവളത്തിൽ കുറഞ്ഞതൊരു കുടിവെള്ളം പോലും വാങ്ങണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം. ഒരു ക്യാഷോ ഡെബിറ്റ് കാർഡോ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആരെങ്കിലും ആശ്രയിച്ചിട്ടൊക്കെ സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വരിക. മറ്റൊരു അനുഭവം എന്ന് വെച്ചാൽ, എനിക്ക് അധികമുള്ള ലഗേജ് ഒരു വിമാനയാത്ര, മറ്റൊരു വിമാനയാത്രയിൽ അധികമുള്ള ലഗേജ് പണം അടക്കാൻ വേണ്ടിയിട്ട് ഒരു വിമാന കമ്പനി എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ പണം അടക്കാൻ നമ്മൾ ഡോളർ കൊടുക്കുക അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കൊടുക്കുമ്പം അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവർ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ സമയം കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന് ക്യാഷ് കൊടുത്തിട്ടാണ് അയാളുടെ കാർഡിലൂടെ പേയ്മെൻറ്റ് നടത്തി. എന്നിട്ടാണ് ഞാനത് കൈകാര്യം ചെയ്തത്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് വിശാല മനസ്കരായ യാത്രക്കാർ നമ്മളെ കൂടെ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇതുപോലൊരു ക്രെഡിറ്റ് കാർഡ് കൈവശം വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഡെബിറ്റ് കാർഡ് സ്വീകരിച്ചേക്കാം, പക്ഷേ അതിന് ക്രെഡിറ്റ് കാർഡിനേക്കാൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. മറ്റൊരു അനുഭവം എനിക്ക് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്തുണ്ടായതാണ്. ഇത് നിങ്ങളോട് പറയുന്നതെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നും ഒരു സാധനം വാങ്ങാൻ പോയി. ഷോപ്പുകാരുടെ എല്ലാ ഡിസ്കൗണ്ടും നമ്മൾ പിഴിഞ്ഞ് അവരെ എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞ് ബില്ലടക്കാൻ പോകുമ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡാണ് കൊടുത്തത്. ഇപ്പോൾ അടുത്ത് നടന്നൊരു കാര്യമാണ്. അപ്പോൾ ക്യാഷ്യർ പറഞ്ഞു കാർഡിലൊരു 2150 രൂപയുടെ ഡിസ്കൗണ്ടും കൂടി ഉണ്ടെന്ന്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു ഒരുപാട് ഗുണം ഈ ക്രെഡിറ്റ് കാർഡിലൂടെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നൽകുന്ന ഏറ്റവും ആകർഷണീയ മറ്റൊരു കാര്യമാണ് പ്രയോറിറ്റി പാർസലിലേക്കും അതുപോലെ തന്നെ ആഭ്യന്തര അന്തർദേശീയ വിമാന ലോഞ്ചുകളിലേക്കുള്ള സൗജന്യ ആക്സസ് വാഗ്ദാനം. എല്ലാ കാർഡുകൾക്കൊന്നും ഇല്ല, അത് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് വാങ്ങണം. എന്നുവെച്ചാൽ ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞാൽ വിമാനത്താവളത്തിൽ സുഖപ്രദമായ കാത്തിരിപ്പ് സ്ഥലം, ഭക്ഷണം, പാനീയം, വൈഫൈ, ജോലി ചെയ്യാനോ വിശ്രമിക്കാനുള്ള ശാന്തമായ ഇടങ്ങൾ എന്നിവ സൗജന്യമായി ലഭിക്കുന്നതാണ് ലോഞ്ച്. ആ എയർപോർട്ട് ലോഞ്ച് ആക്സസുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് വിവിധ ലോഞ്ചുകളിലേക്ക് ആക്സസ് നൽകുന്നു. വിമാനത്താവളം സന്ദർശിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത വിമാനത്താവളത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് സൗജന്യ ആക്സസ് നൽകുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. എയർപോർട്ട് ലോഞ്ചസിലേക്കുള്ള ആക്സസ് നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമാണെന്നും വകഭേദമനുസരിച്ച് വ്യത്യാസപ്പെടാമെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. എയർപോർട്ട് ലോഞ്ചുകളിലേക്ക് ആക്സസ് സാധാരണ ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്രക്കാർക്ക് ഫ്രീക്വൻറ്റ് ഫ്ലയർ അംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കൂ. എന്നാൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്കണോമി ട്രാവലിംഗ് നടത്തുന്നവരായാലും ഫ്രീക്വൻറ്റ് സ്റ്റാറ്റസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലോഞ്ചിലേക്ക് പോകാം. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡുകൾ ഇപ്പോൾ വിവിധ ബാങ്കുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് നല്ലൊരു കാർഡ് തിരഞ്ഞെടുത്ത് കൈവശം വെക്കുന്നത് ഈ വിമാനയാത്രികരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. ക്രെഡിറ്റ് കാർഡുകൾ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും അതിനെ വളരെ ജാഗ്രതയോടെ വേണം എല്ലാവരും ഉപയോഗിക്കാൻ. ചില രാജ്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഇനി അങ്ങോട്ട് നടക്കൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രത്യേകിച്ചും വിമാനത്താവളങ്ങളിൽ, അതുപോലെ തന്നെ ട്രാവൽ സർവീസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഫോൺ റീചാർജിന് ക്രെഡിറ്റ് കാർഡ് മാത്രമേ പറ്റൂ എന്ന് വരുന്ന രാജ്യങ്ങൾ വരെ ഇപ്പം ഓരോ രാജ്യങ്ങളായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പം അതിൽ നിന്ന് മുന്നേ തന്നെ നമ്മൾ ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള മറ്റൊരു കാർഡ് കൈവശമാക്കി വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സുരക്ഷിതവും കാര്യക്ഷമവുമായ ക്രെഡിറ്റ് കാർഡ് ഉപയോഗമാണ് മികച്ച സാമ്പത്തിക ഭാവിക്കുള്ള ചീട്ടുകുത്തു എന്ന് പറയാം. പ്രത്യേകം എടുത്തു പറയുന്നതാണ് സുരക്ഷിതവും കാര്യക്ഷമമായുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്
ഇടപാടുകൾ നടത്തുമ്പോൾ പണം ലാഭിക്കുന്നതിനുള്ള നിരവധി സവിശേഷതകളും ആനുകൂല്യങ്ങളും ഒരു ക്രെഡിറ്റ് കാർഡ് ലഭ്യമാണ്. ഒരു ബജറ്റ് ക്രമീകരിക്കുന്നതിന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. ഡെബിറ്റ് കാർഡിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിലേക്ക് മാറുന്നത് ഒരു നിർണായക പരിവർത്തനമാണ്. കാരണം കടമെടുത്ത എല്ലാ ഫണ്ടുകളിലേക്കും പെട്ടെന്ന് പ്രവേശനം ലഭിക്കുന്നത് നമുക്ക് അമിതമായി ചെലവഴിക്കാനുള്ള പ്രലോഭനത്തിന് കാരണമാകും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിനെ ഒരു ഡെബിറ്റ് കാർഡ് പോലെ പരിഗണിക്കാനാണ് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നത്. വലിയ വാങ്ങലുകൾക്ക് ഇത് ഉപയോഗിക്കുക, പക്ഷേ എല്ലാ മാസവും നിങ്ങളുടെ ബാലൻസ് പൂർണ്ണമായിട്ട് അടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അമിതമായ പലിശ അടക്കേണ്ടി വരും. എൻ്റെ വിശകലനം സൂചിപ്പിക്കുന്നത് മിക്ക ഉപഭോക്താക്കളും അവരുടെ ഉപയോഗ രീതികൾക്ക് അനുയോജ്യമായ ഒരു ക്രെഡിറ്റ് കാർഡ് കൈവശം വെക്കുന്നില്ല എന്നാണ്. കണക്കുകൾ തന്നെ കാണിക്കുന്ന ഏകദേശം 40% ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് അവരുടെ കാർഡിൽ നിന്ന് അറ്റാദായ ആനുകൂല്യം ലഭിക്കുമ്പോൾ 30% പേർ അറ്റാദായ ചെലവ് നൽകുന്നു. അതേസമയം ബാക്കിയുള്ള കാർഡ് ഉടമകൾ ലാഭനഷ്ടം അനുഭവിക്കുന്നു എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഏതോ ബാങ്കിൽ പോകുന്നു, അവിടുന്ന് പുറത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് ഏജന്റ് ഇരിക്കുന്നുണ്ടാവും, അവർ പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥ. എന്നുവെച്ചാൽ അവനവൻ്റെ ആവശ്യത്തിന് അവനവന് വേണ്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ആരും തിരഞ്ഞെടുക്കുന്നില്ല. ഇത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏജന്റിന് വേണ്ടുന്ന ക്രെഡിറ്റ് കാർഡാണ് അധികം ആളും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് നിങ്ങൾ ബാങ്കിൽ നിന്നെല്ലാം പുറത്തിറങ്ങുമ്പോൾ അവിടെ പുറത്ത് വെക്കുന്നുണ്ടാവും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഏജന്റ് ഉണ്ടാവും. അയാൾ പറയുന്നത് നല്ലതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ വീണ് നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ പോവാം. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിനൊക്കെ കുറച്ച് പഠിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വേണം ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അവ പ്രയോജനകരമോ അപകടകരമോ ആക്കാം. ഉത്തരവാദിത്വത്തോടെ അവ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബാധകമായ എല്ലാ ചാർജുകളുടെയും നിബന്ധനകളും വ്യവസ്ഥകളും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ മാസവും നിങ്ങളുടെ ബില്ലുകൾ പൂർണ്ണമായിട്ട് അടക്കുക, നിങ്ങളുടെ ബജറ്റിനുള്ളിൽ തന്നെ തുടരുക. അങ്ങനെ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ എല്ലാ നേട്ടങ്ങൾ കൊയ്യാനും സാധ്യമായ അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ഇപ്പോൾ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓരോ മാസവും നിങ്ങളുടെ ബില്ലുകൾ പൂർണ്ണമായി അടക്കുക. അത് ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയാം. അതെല്ലാം കൃത്യമായിട്ട് അത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇട്ടാൽ കൃത്യമായിട്ട് അത് അടഞ്ഞു പോകും. എല്ലാം നിങ്ങളുടെ ബജറ്റിനുള്ളിൽ തന്നെ തുടരുക. അങ്ങനെ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ എല്ലാ നേട്ടങ്ങളും കൊയ്യാനും സാധ്യമായിട്ടുള്ള എല്ലാ അപകടങ്ങളും ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും. പുതുതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അവരുടെ ഉപയോഗ രീതികൾക്ക് അനുയോജ്യമായ ഒരു ക്രെഡിറ്റ് കാർഡിനെ കൈവശം വെക്കാൻ ശ്രമിക്കുക. സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇത്രയേ വേണ്ടൂ. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങോട്ടുള്ള കാലം ഈ ക്രെഡിറ്റ് കാർഡ് കടന്നു വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് കുറച്ച് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുമായിട്ട് സമീപിക്കുക. അപ്പോൾ ഓഫറൊക്കെ വന്നു കാണും. ക്രെഡിറ്റ് കാർഡിനുള്ള നല്ല ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിനുള്ള ഓഫറൊക്കെ വന്നു കാണും. അപ്പോൾ നേരിട്ട് അവിടെ ബാങ്കിൽ പോയാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ബാങ്കിലെ അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ആധാർ കാർഡ് അതേപോലെ തന്നെ പാൻ കാർഡിൻ്റെ വിവരങ്ങളും മറ്റും ചോദിക്കും. അതൊക്കെ ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്നേരം തന്നെ നമുക്ക് അറിയാൻ പറ്റും. മറ്റൊരു കാര്യം, ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായ ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ കാർഡിന് അപ്ലൈ ചെയ്താൽ ബാങ്ക് നിങ്ങളെ സിബിൽ സ്കോറൊക്കെ പരിശോധിച്ച് ഇയാൾക്ക് പൈസ കൊടുത്താൽ തിരിച്ചടക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി മാത്രമേ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുള്ളൂ. ബാങ്കിൽ ഒരുപാട് ഡിപ്പോസിറ്റ് ഉണ്ടായാലൊന്നും ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല. പ്രത്യേകിച്ച് NRIക്ക് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്. കിട്ടിയാൽ തന്നെ അതിന് നല്ലൊരു FD എമൗണ്ടൊക്കെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അത് ബ്ലോക്കാക്കിയൊക്കെ വെച്ചാൽ മാത്രമേ NRIസിന് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ ഒരു ലോണെല്ലാം എടുത്ത് കൃത്യമായി അടച്ചില്ലാന്നെങ്കിൽ നല്ല സിവിൽ സ്കോറെല്ലാം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. എല്ലാവർക്കും നമസ്കാരം, നന്ദി.